ഇന്നത്തെ റോഡ് ഷോ സൂപ്പർ സൺഡേ എന്ന് തന്നെ പറയാം. ഒരർത്ഥത്തിൽ PV അൻവറിൻ്റെ റോഡ് ഷോ യൂസഫ് പഠാനെ ഇറക്കുന്നു. വലിയ താരപ്രചാരകനാണ് എത്തുന്നത്. മറുഭാഗത്ത് പ്രിയങ്ക ഗാന്ധി, അതേപോലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം പതിവ് പോലെ ഇന്നും തുടർന്നു. ആ അർത്ഥത്തിൽ കൊട്ടിക്കലാശത്തിൻ്റെ പ്രതീതി ജനിപ്പിക്കുന്നൊരു സൺഡേയാണ് കടന്നു പോകുന്നത്. അഭിമാന പോരാട്ടമാണ് എന്ന് തന്നെയാണ് ഫീൽഡിൽ നിൽക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അഭിമാന പോരാട്ടമാണോ? അഭിമാന പോരാട്ടം എന്ന് മാത്രം പറഞ്ഞ പോലെ ജീവൻ മരണ പോരാട്ടം എന്ന രൂപത്തിൽ വേണമെങ്കിൽ അതിനെ കാണണം. PV അൻവറിന് വേണ്ടി ഇന്നിപ്പോൾ യൂസഫ് പഠാൻ വരുമ്പോൾ യൂസഫ് പഠാൻ എന്ന ക്രിക്കറ്ററെ കാണാൻ കൂടിയുള്ള ആളുകളുടെ ഒരു തിക്കും തിരക്കും കൂടിയായിട്ട് അതിനെ കാണണം. അദ്ദേഹം രാവിലെ വരുമ്പോൾ അദ്ദേഹം പറയുന്ന കേരളത്തിൽ ഞാൻ മുമ്പും വന്നിട്ടുണ്ട്, രാഷ്ട്രീയം പറയുന്നില്ല എന്ന രൂപത്തിലാണ് പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തെ ദീദി അയച്ചതാണെന്ന് അദ്ദേഹം പറയുന്നു. അൻവറുമായിട്ട് നല്ല പരിചയമുണ്ട്, അൻവറിനെ നേരത്തെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെ യൂസഫ് പഠാൻ ഉണ്ടാക്കിയ ഒരു കൗതുകം അത് വലിയൊരാളെ കൂട്ടിയിട്ടുണ്ട്. പക്ഷേ PV അൻവറിൻ്റെ പ്രചാരണ രീതി മറ്റൊരു രീതിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം റോഡ് ഷോ അല്ലെങ്കിൽ റോഡിലൂടെ വോട്ട് ചോദിച്ച് നടക്കുന്നതൊന്നും ഒരുപാട് കാണുന്നില്ല. പക്ഷേ ബന്ധമുള്ള വീടുകളുമായി അല്ലെങ്കിൽ ബന്ധമുള്ള ആളുകളുമായൊക്കെ ചേർന്ന് അവിടെ ചെന്ന് വോട്ട് ചോദിക്കുന്ന ഒരു രീതി അദ്ദേഹം ചെയ്യുന്നുണ്ട്. അത് നമുക്കറിയില്ല അപ്പോൾ എത്ര വോട്ട് പിടിക്കും, ആരുടെ വോട്ടാണ് പോവുക. ഇത് LDFനും UDFനും ഉണ്ടാക്കുന്ന ആശങ്ക ചെറുതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ CPMനെ സംബന്ധിച്ച് ജമാഅത്തെ ഇസ്ലാമി എന്ന വിഷയത്തിൽ വീണ്ടും വീണ്ടും ഊന്നുന്നു. ഇന്നിപ്പോൾ പെൻഷൻ എന്ന് മുഖ്യമന്ത്രി പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നലത്തെ പ്രസംഗത്തിൽ പോലും അദ്ദേഹം പറയുന്നത് UDFൻ്റെ രാഷ്ട്രീയ പാപ്പരത്തം എന്ന് പറഞ്ഞുകൊണ്ടിട്ട് ആരുമായും കൈകോർക്കുന്നവർ എന്ന രൂപത്തിലാണ് പറയുന്നത്. അവസരവാദ നിലപാട് എന്ന് പറയുന്നു. UDF ഉണ്ടാക്കിയ അവസരവാദ സഖ്യം മുസ്ലിം ലീഗ് നേതൃത്വം അറിഞ്ഞുകൊണ്ടാണെന്ന് വ്യക്തമായിരിക്കുകയാണെന്നാണ് പറയുന്നത്. എപ്പോഴും അതിനെ വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും ഇങ്ങോട്ട് തരുന്ന വോട്ടായിട്ടല്ല അതിനെ കാണുന്നത്, അവരുടെ പിന്തുണയായിട്ടല്ല അതിനെ കാണുന്നത്, അതിനെ സഖ്യമായിട്ടാണ് കാണുന്നത്. ഇതിനോടെല്ലാം ലീഗിൻ്റെ മുൻകാല നേതൃത്വം സ്വീകരിച്ചത് ശരിയായ നിലപാടായിരുന്നു. അവിടെ ഒരു പരിപാടിയിലും പങ്കെടുക്കാൻ CH മുഹമ്മദ് കോയ തയ്യാറായിട്ടില്ല എന്നുകൂടിയാണ് ജനത്തെ അദ്ദേഹം പ്രസംഗത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നത്. പക്ഷേ നമ്മൾ പല ഘട്ടങ്ങളിലായി ചർച്ചകളിൽ പറഞ്ഞതുപോലെ ജമാഅത്തെ ഇസ്ലാമി ഇങ്ങോട്ട് നൽകിയ പിന്തുണ, സ്വീകരിച്ച കാര്യം, ആ സ്വീകരിച്ച സമയത്തൊക്കെ CPM നടത്തിയ പ്രതികരണങ്ങൾ, ആ വോട്ട് പ്രധാനമാണെന്നും പല തരത്തിലും ഐക്യം സാധ്യമാണ് എന്ന രൂപത്തിൽ നടത്തിയ പ്രതികരണങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഏറ്റവും ഒടുവിൽ 2023 മീഡിയ വൺഡേ അവാർഡ് അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട്. ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ അവാർഡ് സ്വീകരിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ആ മാധ്യമ സ്ഥാപനം ആരുടേതാണ് എന്നൊരു ആലോചനയും അവർ എടുക്കുന്ന നിലപാട് സാമ്രാജ്യത്വ വിരുദ്ധ നിലപാട്, നേരത്തെ പറഞ്ഞ പോലെ CPMനെ അനുകൂലിക്കാവുന്ന സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടുള്ള സ്ഥാപനമാണ്. അപ്പോൾ ആ അവാർഡ് സ്വീകരിക്കുന്നുണ്ട്. അവാർഡ് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം നടത്തുന്ന പ്രസംഗവും ശ്രദ്ധേയമായ പ്രസംഗമായിരുന്നു. അപ്പോഴൊന്നുമില്ലാത്ത, അതായത് വേദി പങ്കിടുമോ എന്നാണല്ലോ ഇപ്പോൾ ചോദിച്ചത്. CH മുഹമ്മദ് കോയ ഒരു വേദിയും പങ്കിട്ടിട്ടില്ല എന്ന് പറയുന്നിടത്ത് 2023 പോലും ആ പരിപാടിയിൽ പങ്കെടുത്തു എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനത് പറഞ്ഞത്. അത് പിണറായി വിജയൻ ഇപ്പോൾ 2 വർഷം മുമ്പ് നടത്തിയ ഒരു പരിപാടിയിൽ പങ്കെടുത്ത കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ വെൽഫെയർ പാർട്ടിയുമായി ചേർന്ന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ശേഷം 2 കൊടികളും ഒരുമിച്ചുള്ള ആഹ്ലാദ പ്രകടനത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഈ പിന്തുണയെ സഖ്യമാക്കി വീണ്ടും വീണ്ടും അവതരിപ്പിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി വിരുദ്ധ വോട്ട് നേടുക, അത് പൂർണ്ണമായും ഇങ്ങോട്ടേക്ക് എടുക്കുക എന്ന രാഷ്ട്രീയ തന്ത്രം കൂടിയാണ്. അത് എത്രത്തോളം ഇതിൽ ഗുണം ചെയ്യുമെന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പുറത്ത് UDFനെ സംബന്ധിച്ചും ഇന്നിപ്പോൾ 7 ചോദ്യങ്ങൾ മുഖ്യമന്ത്രി ചോദിച്ചിരിക്കുന്നു പ്രതിപക്ഷ നേതാവ്. ഇത്രയും ദിവസം ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് അവർ ഇപ്പോൾ മതരാഷ്ട്രവാദം പറയുന്നില്ല എന്ന അബദ്ധത്തിൽ നിന്നും ആ അബദ്ധത്തിന് മറുപടി പറഞ്ഞ് പോകുന്ന ദിവസങ്ങളാണ് കണ്ടത്. പക്ഷേ ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഷ്ട്രീയ ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. അതിൽ ഈ വന്യമൃഗശല്യം തൊട്ട് SC/ST ഫണ്ട് വെട്ടിക്കുറച്ചത് അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിക്കുന്നു. അവിടെ SC/ST വോട്ട് ഒരു പ്രധാനപ്പെട്ട വോട്ട് തന്നെയാണ്. 30,000-ഓളം വോട്ട് വരും. അവിടെ ഇപ്പോൾ നടക്കുന്ന ആദിവാസി ഭൂസമരം എന്നുള്ളത് കുറേ ദിവസങ്ങളായി, മാസങ്ങളായി നടക്കുന്ന സമരമാണ്. ഇപ്പോൾ ആ സമരത്തിന് നേതൃത്വം നൽകുന്നത് 90 കഴിഞ്ഞ ഗ്രോവാസുവാണ് എന്നൊരു കാര്യം കൂടിയുണ്ട്. ഗ്രോവാസിൻ്റെ നേതൃത്വത്തിലാണ് സമരം ഇപ്പോഴും നടക്കുന്നത്. അപ്പോൾ അതിനോട് മുഖം തിരിഞ്ഞുള്ള സമീപനമൊക്കെ ചോദ്യം ചെയ്യപ്പെടും. അപ്പോൾ ആളുകളെ സംബന്ധിച്ച് അവരുടെ ജീവിത പ്രശ്നങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതിൽ ഈ പറയുന്ന വന്യജീവി ശല്യം, അതിനോടെടുക്കുന്ന സർക്കാരിൻ്റെ നിലപാട്, വിവിധ സമരങ്ങളോടുള്ള സമീപനം. ഇപ്പോൾ ആശാസമരത്തോട് അവരുടെ ഓണറേറിയം 1 രൂപ പോലും കൂട്ടാതിരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രിക്ക് PR പരിപാടി ചെയ്യുന്നവർക്കുള്ള ശമ്പള വർധന നടപ്പാക്കുന്നത്. ഇതൊക്കെ ഒരേ സമയത്ത്, ഏത് സമയത്ത് വരുന്നതെന്നും പ്രധാനമാണ്. അത് അവർക്ക് ശമ്പളം കൂട്ടേണ്ടതായെങ്കിൽ കൂട്ടുകയൊക്കെ ചെയ്യാമായിരിക്കാം. പക്ഷേ ഏത് സമയത്ത് വരുന്നു, ഇപ്പുറത്ത് ഒരു 5 പൈസ പോലും കൂട്ടാതെ അവരെ ഒരു സമരത്തിലേക്ക് നയിച്ച് അവർ അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോലും വരുന്ന ഒരു ഘട്ടം. അപ്പോൾ സ്വാഭാവികമായും അതും ചർച്ചയ്ക്ക് വരുമെന്നുള്ള പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ ഏതാണ് പരിഗണിക്കപ്പെടുക, ഏതൊക്കെ കാര്യങ്ങളാണ് പിണറായി
കേസുമായി ബന്ധപ്പെട്ട് വലിയ പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ട് രാജിവെച്ച PV അൻവർ ഉണ്ടാക്കിയ ഈ തെരഞ്ഞെടുപ്പിൽ PV അൻവറിന് ആരുടെ പരാജയമാണ് ഏറ്റവും പ്രധാനമാവുക എന്നതാണ്. ആദ്യ ഘട്ടത്തിൽ പിണറായി സത്തിനെതിരെ എന്ന പോരാട്ടം എന്ന് പറയുമ്പോൾ അവസാനമായപ്പോഴേക്കും VD സതീശൻ എന്ന UDF-നോടില്ല ആ യുദ്ധം, VD സതീശൻ എന്ന ഒറ്റ നേതാവിലേക്ക് ആ യുദ്ധം മാറുകയാണ്. അപ്പോൾ ആ യുദ്ധത്തിൽ ജനം എന്താണ് മനസ്സിലാക്കുക? ജനം ആത്യന്തികമായി ഇവിടെ ഒരു തിരഞ്ഞെടുപ്പ് എന്തിന് നടപ്പാക്കുന്നു, എന്തിന് ഈ ഉപതെരഞ്ഞെടുപ്പ് വന്നു എന്ന ചോദ്യം ചോദിക്കുമ്പോൾ ആ ഉപതെരഞ്ഞെടുപ്പിലേക്ക് നയിച്ച ആൾ എടുക്കുന്ന നിലപാടുകൾ, ആ നിലപാടുകൾ മാറിയുന്നുണ്ടോ? ആദ്യം പറഞ്ഞതാണോ ഇപ്പോൾ പറയുന്നത്? എന്തിന് രാജിവെച്ചു? ഈ ചോദ്യങ്ങളൊക്കെ സ്വാഭാവികമായും ജനം ചോദിക്കും. അപ്പോൾ ഇതിനൊക്കെയുള്ള ഉത്തരം വരുന്നു. അപ്പുറത്ത് BJP ആകട്ടെ ഇന്നിപ്പോൾ പറയുന്നു 7 മാസം കൊണ്ട് പ്രധാനപ്പെട്ട 3 പദ്ധതികൾ നടപ്പാക്കുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. അതിലൊന്ന് നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽപാതയാണ്. കേരളം കാലങ്ങളായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുപോലെ 7 മാസം കൊണ്ട് നടപ്പാക്കി തരാമെന്ന് പറഞ്ഞു ഞങ്ങളെ തിരഞ്ഞെടുത്താൽ. അടുത്തത് ജില്ലാ അടുത്തത് ജില്ലാ ആശുപത്രിയെ ക്യാൻസർ സ്പെഷ്യാലിറ്റി സെന്റർ ആക്കുമെന്നുള്ളതാണ്. പിന്നെ ഒന്ന് കാലിക്കറ്റ് നിലമ്പൂർ ഗൂഡല്ലൂർ ഹൈവേ 4 വരി പാതയാക്കും. അപ്പോൾ 3 കാര്യങ്ങൾ, അതായത് ഈ അനാവശ്യ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞെടുത്തെന്നാണ് ഈ 3 കാര്യങ്ങൾ ഇപ്പോൾ നടപ്പാക്കാം എന്ന രൂപത്തിലേക്ക് പ്രചാരണം എത്തുന്നത്. ഈ അവസാന ദിവസങ്ങളിലേക്ക് വരുമ്പോൾ ഇനി ജമാഅത്തിലൊന്നും നിൽക്കാണ്ട് യഥാർത്ഥ വിഷയങ്ങളിലേക്ക് വരും. ഇന്നലെ ഞാൻ ചർച്ചയ്ക്കില്ലായിരുന്നു. ഇന്നലെ മറ്റേ വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നല്ലോ. ഞാൻ രാത്രി ഉണ്ടായ ഒരു വാഹന പരിശോധനയുമായി ബന്ധപ്പെട്ട് ഈ 2 കൂട്ടരും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും അതെ ഈ പറഞ്ഞ അപമാനിതരായി എന്ന് പറയുന്ന കോൺഗ്രസ് നേതാക്കളുമെതിരെ പരാതി കൊടുക്കാൻ തയ്യാറായിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടെ അവിടെ നിൽക്കുന്നു. ഇത്രയും അപമാനിതരാകുമ്പോൾ സ്വാഭാവികമായി ഒരു പരാതി കൊടുക്കേണ്ടതാണ്. അത് ഒന്ന് ആവശ്യമില്ലാത്തൊരു വിവാദത്തിലേക്ക് നയിച്ചു എന്ന് കോൺഗ്രസിനകത്ത് തന്നെ അഭിപ്രായമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപമാനിക്കപ്പെട്ട ഒരു വിഷയമുണ്ടെങ്കിൽ അത് അവതരിപ്പിക്കാം, അത് പറയാം. പക്ഷേ അതിലപ്പുറം അതിലൊരു വെല്ലുവിളിയുടെ സ്വഭാവം നാളെ ഞങ്ങൾ വരുമ്പോൾ കാണിച്ചു തരാം എന്നുള്ള പ്രതികരണം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയതൊക്കെ ദോഷം ചെയ്യുമെന്ന് ചില നേതാക്കൾക്കിടെ തന്നെ വിലയിരുത്തലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുമേൽ ഇനി മിണ്ടണ്ട എന്നുള്ളതുകൊണ്ടാണ് പരാതിപ്പെടാൻ പോകുന്നത്. അപ്പുറത്ത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും ആ ദൃശ്യങ്ങളൊക്കെ ആദ്യം തന്നെ പുറത്തുവിടുന്ന ആരാണെന്ന ചോദ്യം അവിടെ നിൽക്കുന്നു. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും അവർക്കും പരാതിയില്ല എന്നുള്ളതാണ്. അവരോട് തർക്കിച്ചതിൽ അവർക്കും പരാതിയില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയും ഒരു രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ഈ വന്ന വഴികൾ, ഒരുപക്ഷെ നീലപ്പെട്ടിക്ക് ശേഷം ഈ വിഷയം ഉന്നയിച്ചാൽ ഒരുപക്ഷെ അതും ഗുണം ചെയ്യുമെന്നുള്ള ഒരു തോന്നൽ കൊണ്ടാണോ അതൊന്ന് ആവേശത്തിൽ ഒന്ന് രൂക്ഷമാക്കാമെന്ന് കരുതിയത് എന്നറിയില്ല. എന്തായാലും അത് ദോഷം ചെയ്തെന്ന വിലയിരുത്തലാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഓരോ ദിവസം നമുക്ക് തുടക്കം മുതൽ അറിയാലോ ഏതൊക്കെ വിഷയങ്ങളിൽ നിന്നു. PV അൻവറിൻ്റെ തുടർച്ചയായ വാർത്താ സമ്മേളനങ്ങൾ തുടങ്ങി ഇപ്പോൾ അവസാന ദിവസങ്ങളിലേക്ക് എത്തും. ഇനി 3 ദിവസമാണ്. അടുത്ത ദിവസവും ഇനി നേതാക്കൾ എന്താണ് പറയുന്നത്? 3 ദിവസത്തിന് നാളെ ഇനി മുഖ്യമന്ത്രി ഇല്ലാന്ന് തോന്നുന്നു. 3 ദിവസത്തെ പ്രചാരണം അദ്ദേഹം എല്ലാ തരത്തിലും പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് തന്നെ റാലികൾ നടത്തിയിരിക്കുന്നു. ഈ മണ്ഡലവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയും പറഞ്ഞത്. പ്രിയങ്ക അവസാന വട്ടം വരുമ്പോൾ അതൊരു നേട്ടമാകുമെന്നുള്ള ആത്മവിശ്വാസം കോൺഗ്രസിനുണ്ട്. ലീഗിനെ സംബന്ധിച്ച് ലീഗിൻ്റെ യോഗങ്ങളിൽ PMA സലാം പറഞ്ഞതായി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ മുൻപ് നടന്ന തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പായാലും പിന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പായാലും എല്ലായിടത്തും കോൺഗ്രസ് അവിടെ ഐക്യത്തോടെ നിന്നുകൊണ്ട് വിജയം ഉറപ്പാക്കി. ഇവിടെ നമ്മുടെ റോളുള്ളയിടത്ത് നമ്മൾ പിന്നാക്കം പോകരുത്, അത് നമ്മൾക്ക് ചീത്തപ്പേരാണ് എന്നൊരു വിലയിരുത്തൽ നടത്തുക. അതിനനുസരിച്ച് ലീഗ് ബൂത്ത് തലത്തിൽ അത്ര ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. MLA-മാർക്കും MP-മാർക്കും ഒക്കെ ചുമതല കൊടുത്തുകൊണ്ടാണ് പഞ്ചായത്തുകളിൽ അവരുടെ പ്രചാരണം നടത്തുന്നത്. അപ്പോൾ ഏത് പോരാട്ടം, ഏത് കഠിന പ്രയത്നം ഗുണം ചെയ്യും, ആർക്ക് ഗുണം ചെയ്യും എന്നുള്ള അറിയാൻ ഈ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അഭിമാന പോരാട്ടം, ജീവൻ മരണ പോരാട്ടം. Meet the editors.